സഹാബികളെല്ലാവരും അശ്റത്തുൽ മുബശ്ശിരീൻ 10 സ്വർഗത്തിന്റെ സുവാർത്ത അറിയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. ഇവരുടെ പ്രത്യേകത എന്താണ്? സ്വർഗത്തിന്റെ കാര്യത്തിൽ ഏറ്റവും ബേജാറുള്ള ആളുകൾ ആരായിരുന്നു? ഈ 10 ആളുകളായിരുന്നു. ഖുർആനിലുള്ള ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കും, മർഹൂം ഷഹീദ് ഇസ്മായിൽ ഹനിയ ഹാഫിളാണ് അദ്ദേഹം. തറാവീഹിനൊക്കെ ഖത്തറിലെ അധിക പള്ളിയിലും പ്രത്യേകിച്ച് അദ്ദേഹം താമസിക്കുന്ന തൊട്ടടുത്ത പള്ളിയിൽ ഇമാമ് നിൽക്കാറുള്ളത് ആരാണ്? അദ്ദേഹം വളരെ മനോഹരമായി ഖുർആൻ പാരായണം ചെയ്യും. അദ്ദേഹത്തിന്റെ അംഗരക്ഷകൻ വസീം, അദ്ദേഹവും ഹാഫിളാണ്. അപ്പൊ അദ്ദേഹത്തോട് ചോദിച്ചു, എന്തിനാണ് ഈ ഹാഫിളായ ഒരു അംഗരക്ഷകനെ വെച്ചിട്ടുള്ളത്? ഞാനടക്കം ഖുർആൻ ഓതുന്ന ആളാണ്. അപ്പൊ തെറ്റേ അല്ലെങ്കിൽ എന്തെങ്കിലും മാറിപ്പോവുകയോ ചെയ്താൽ ഓർമ്മപ്പെടുത്താൻ ഒരു ഹാഫിള് ആവശ്യമാണ്. അതുകൊണ്ടാണ് ഹാഫിളിനെ യഥാർത്ഥത്തിൽ അദ്ദേഹം അംഗരക്ഷകനായി വെച്ച് ഇറാൻ ഗവൺമെന്റിന്റെ അതിഥിയായി ടെഹ്റാനിൽ അദ്ദേഹം എത്തിയ സമയത്ത് അദ്ദേഹത്തിന്റെ അംഗരക്ഷകൻ വസീമും സഹപ്രവർത്തകരൊക്കെ ഹോട്ടലിന്റെ മുറിക്ക് പുറത്തുനിന്ന് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. സംസാരിക്കുമ്പോൾ സഹപ്രവർത്തകർ വസീമിനോട് പറയുന്നുണ്ട്, വസീമെ, നീ ഗസയിലായിരുന്നെങ്കിൽ എന്നോ രക്തസാക്ഷിയായേനെ. അപ്പൊ വസീം പറഞ്ഞു, എനിക്ക് രക്തസാക്ഷിയാവാൻ ആഗ്രഹമുണ്ട്, നിങ്ങളെല്ലാവരും എന്ത് ചെയ്യണം? എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇത് പറഞ്ഞിട്ട് അദ്ദേഹം നേരെ പോകുന്നത് ഇസ്മായിൽ ഹനിയുടെ റൂമിലേക്കാണ്. റൂമിൽ അദ്ദേഹം ഒരു ഖുർആൻ പാരായണം ചെയ്യണം. വസീം തന്റെ കയ്യിലുള്ള ഖുർആൻ എടുത്ത് ഓതുന്നുണ്ട്. ഹനിയ കാണാതെയും ഖുർആൻ പാരായണം ചെയ്യുന്നു. ആ സമയത്താണ് മിസൈൽ വന്ന് റൂമിൽ പതിക്കുന്നത്. രണ്ടാളും ചിന്നിച്ചിതറി, ശരീരത്തിന്റെ എല്ലാ പാർട്ടുകളും ഇങ്ങനെ ചിതറിത്തെറിച്ചു. ആ പാർട്ടുകളിൽ ഒരു കയ്യ് ഖുർആൻ പിടിച്ച കൈയായിരുന്നു ഹാഫിൾ വസീമിന്റെ കൈയാണ്. ഒരു മുസാഫിന്റെ കോപ്പിയുണ്ട്, ഒരു കൈ ഇങ്ങനെ തെറിച്ചു കിടക്കുന്നു. അപ്പൊ ഈ ഇത്രമേൽ ഖുർആനിനെ സ്നേഹിച്ച ആളുകളാണ് അവർ. ഖുർആനെ സ്നേഹിച്ച വസാദത്തുഹും ഈമാൻ. നമ്മളിപ്പോ ഇന്നലെ ഇന്നും മിന്യാനും കൊല്ലങ്ങളായി ഫലസ്തീനികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അല്ലേ? നമുക്ക് തന്നെ തോന്നാറുണ്ട്, എന്താ പടച്ചോനെ ഇവരെ രക്ഷിക്കാത്തത് എന്ന് തോന്നാറുണ്ട്. അത്ര അധികം നമ്മൾ പ്രാർത്ഥിച്ചിട്ടു. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റിനെ 15 മണിക്കൂർ കൊണ്ട് പിടിച്ചു കൊടുക്കുന്ന രാജ്യമാണ് അമേരിക്ക. അത്രയും പവർഫുള്ളായ ഒരു രാജ്യം, ആയുധ ശക്തി കൊണ്ട് ലോകത്ത് മുന്നിൽ നിൽക്കുന്ന ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു ജൂതരാഷ്ട്രം, ഇങ്ങനെ തുടങ്ങിയ രാഷ്ട്രങ്ങളൊക്കെ ഒരു ഭാഗത്ത് നിൽക്കാൻ മില്യൺ കണക്കിന് ഡോളറുകൾ ദിനേന യുദ്ധത്തിന് ചെലവഴിച്ചിട്ടും അവിടുത്തെ പോരാളികളുടെ നേതാക്കന്മാർ എഴുതി വെച്ചതിൻ്റെ താഴെ ഒപ്പിടാനല്ലാതെ ഇസ്രായേലിന് സാധിച്ചിട്ടില്ല. ഇല്ല. ആ പോരാട്ട വീര്യത്തെ ഇല്ലാതെയാക്കാൻ നമ്മളൊക്കെ പ്രാർത്ഥന പഠിച്ചോ സ്വീകരിക്കുന്നു എന്നതിൻ്റെ അടയാളം അതാണ്. ജയിച്ചോ തോറ്റോ എന്നുള്ളതല്ല, നിന്ന നിൽപ്പിൽ ലോകത്തെ രാജ്യങ്ങളെ ഞെട്ടിപ്പറപ്പിക്കാൻ ശേഷിയുള്ള ആയുധ ശക്തിയുള്ള രാജ്യങ്ങളുടെ മുന്നിൽ ആയുധവും സമ്പത്തും ആൾബലവും ഇല്ലാത്ത ജനത മുട്ടുമടക്കാതെ നിന്നു എന്ന് പറയുന്നതാണ് അവരുടെ വിജയം. ആ വിജയത്തിന് അവനെ പ്രചോദനമാക്കിയത് പരിശുദ്ധ ഖുർആനാണ്, പ്രചോദിപ്പിച്ചത് ഖുർആനാണ്. കാരണം എല്ലാ ആളുകളും ഖുർആൻ ഹാഫിദുകളാണ്. ഇസ്മായിൽ ഹനിയ, ഖാലിൽ മുസൽ, ഖലീൽ അബു ഹയ്യ, മരണപ്പെട്ട അബൂ ഉബൈദ എന്ന പേരിൽ അറിയപ്പെടുന്ന അബൂ ഹുദൈഫ, ഇവരൊക്കെ ഹാഫിദുകളാണ്. 70% മനുഷ്യരും ഭാഗികമായോ മുഴുവനായോ ഹിഫ്ള് ചെയ്ത പ്രദേശമാണ് ഗസ എന്ന് പറയും. ഗസയുടെ പ്രത്യേകത ഇതാണ്. അതുകൊണ്ട് അവരുടെ ഈ ചെറുത്തുനിൽപ്പിന്റെ വീര്യം, അതിന്റെ സ്പിരിറ്റ് എന്താണ് എന്ന് പടിഞ്ഞാറ് ആലോചിച്ച് നോക്കി. ആയുധം ഏതായാലും ഇല്ല, പിന്നെ അതാണ് അത് ഖുർആനാണെന്ന് അവർ മനസ്സിലാക്കി. അങ്ങനെ ഖുർആൻ ബുക്ക് ക്ലബ്ബുകൾ ഉണ്ടാക്കി, ഓൺലൈൻ ഗ്രൂപ്പുകൾ ഉണ്ടാക്കി ഖുർആൻ പഠിക്കാൻ. അങ്ങനെ 2 കൊല്ലം കൊണ്ട് ഖുർആൻ പഠിച്ചത് 30 മില്യൺ മനുഷ്യരാണ്, 3 കോടി മനുഷ്യരാണ്. ഗസ കാരണം ലോകത്ത് ഖുർആൻ പഠിച്ചത് 3 കോടിയാണ്. 3 കോടി മനുഷ്യന്മാർക്ക് ഖുർആൻ പഠിപ്പിക്കണമെങ്കിൽ അത്ര ചിലവുണ്ട്. നിങ്ങളൊന്ന് വിചാരിച്ചു നോക്കുക. ഒരു ഖുർആനിലൊരു സമ്മേളനം, ഒരു ഓഡിറ്റോറിയം ബുക്ക് ചെയ്ത് നടത്തണമെങ്കിൽ തന്നെ എത്ര ചിലവുണ്ട്? 2 വർഷം കൊണ്ട് ഒരു ചിലവില്ലാതെ ഒരു മനുഷ്യരുടെ പോരാട്ട വീര്യം എന്ന് പറയുന്ന അസ്തിത്വത്തെ മനസ്സിലാക്കാൻ വേണ്ടി ലോകം ശ്രമിച്ചു. കുറെ ആളുകൾ മുസ്ലിങ്ങളായി. ഞാൻ പറഞ്ഞത് വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അത്ഭുതമാണ്. ആദർശ പോരാട്ടത്തിൽ മനുഷ്യ സമൂഹത്തെ തയ്യാറാക്കുന്നതിൽ പ്രധാനപ്പെട്ട റോള് ഖുർആനിനുണ്ട്. ഒരു വിശ്വാസി ഖുർആനിനോട് എപ്പോഴും ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉണ്ടായിരിക്കണം.